ഒരു മാതാവുണ്ട്, ഒരു 10 വയസ്സായിട്ടുള്ള മകനുണ്ട്. അപ്പോൾ മാതാവിന് ഒരു പരാതി ഉണ്ട്. എൻ്റെ മകൻ എപ്പോഴും ഷൗട്ട് ചെയ്യാണ്, ഒരു റെസ്പെക്റ്റോ മര്യാദ ഇല്ലാതെ എന്നോട് ഏത് നേരം സംസാരിക്കുക. ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാതാവ് കുറേ നടന്നു, കുറേ അന്വേഷിച്ചു എന്താണ് സൊല്യൂഷൻ നോക്കിയിട്ട് ഈ ഒരു മേഖലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഈ മാതാവിനോട് പറഞ്ഞു, പ്രശ്നം നിങ്ങളുടെ മകനല്ല, പകരം നിങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാതാവിന് ദേഷ്യം വന്നു. അത് ഞാനാവാൻ കാരണം അവൻ എന്നോട് ഷൗട്ട് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചു. നിങ്ങളെ മകനോട് ഈ കാര്യം ചോദിച്ചാലും മകൻ ഈ സെയിം കാര്യം തന്നെയാണ്, സെയിം ഉത്തരം തന്നെയാണ് പറയാം, സെയിം കാരണങ്ങൾ തന്നെയാണ് പറയാം. എൻ്റെ മാതാവ് എന്നോട് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നത് എന്നാണ് മകനും പറയാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, മകന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്താലും അങ്ങോട്ട് ഷൂട്ട് ചെയ്യരുത്. മകന് ഇങ്ങോട്ട് മര്യാദ കുറവിൽ സംസാരിച്ചാലും അങ്ങോട്ട് പൂർണ്ണ മര്യാദയോടെയും സ്നേഹത്തോടു കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒരു മാസങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി, നിങ്ങൾക്ക് കാര്യമായ ഗണ്യമായ മാറ്റം കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാതാവ് ഓക്കെ ഭയങ്കര ക്യൂരിയസ് ആയി ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ മാതാവ് ഒരു മാസം ഈ പറഞ്ഞ പോലെ മകൻ ഇങ്ങോട്ട് ഷോട്ട് ചെയ്താലും അങ്ങോട്ട് പതിഞ്ഞ സംസാരത്തിൽ സ്നേഹത്തോടെ സംസാരിക്കും. ഇങ്ങോട്ട് മര്യാദകൾ എന്തെങ്കിലും കാണിച്ചാലും ഇങ്ങോട്ട് മര്യാദ ഇല്ലാതെ സംസാരിച്ചാലും അങ്ങോട്ട് പൂർണ്ണ മര്യാദയോടെയും സ്നേഹത്തോടു കൂടിയും സംസാരിച്ചു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മൻ്റെ വോയിസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഏത് ലെവലിൽ കുറഞ്ഞു അതേ ലെവലിൽ മകൻ്റെ വോയിസിലെ ആംപ്ലിറ്റ്യൂഡും കുറഞ്ഞു. ഈ ഉമ്മയുടെ സംസാരത്തിലെ മര്യാദ അല്ലെങ്കിൽ സ്നേഹം ഏത് രീതിയിൽ വർദ്ധിച്ചു അതേ ലെവലിൽ ഈ മകൻ്റെ മര്യാദയും സ്നേഹവും വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഉമ്മാക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ഉമ്മാൻ്റെ പ്രോബ്ലം ഈ ഉമ്മ പുറത്തേക്ക് അതിൻ്റെ കാരണങ്ങളെ പുറത്തേക്ക് പുഷ് ചെയ്യാൻ നോക്കി. ഈ മകനിലേക്ക് പ്രോബ്ലംസിൻ്റെ മൂലകാരണം പുഷ് ചെയ്യാൻ നോക്കി. അപ്പോൾ പുഷ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തുണ്ടായി, ഇത് സോൾവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എൻ്റേതല്ല അവൻ്റേതാണെന്നുള്ളൊരു മൈൻഡിൽ ഈ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഇത് സോൾവ് ആവുകയും ചെയ്തില്ല. അതിന് പകരം ഈ ഉമ്മാക്ക് എൻ്റെ ഉള്ളിലാണ് പ്രോബ്ലം എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഉമ്മാൻ്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്തപ്പോൾ അത് പുറത്തേക്ക് അതിൻ്റെ സൊല്യൂഷൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു 80% പ്രോബ്ലംസിൻ്റെ മൂല കാരണം നമ്മുടെ ഉള്ളിലായിരിക്കും. അത് ഉള്ളിലാണെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷത്തിൽ അതിനായിട്ടുള്ള സൊല്യൂഷന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ മൂല കാരണം പുറത്തെവിടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആ നിമിഷം അതിൻ്റെ സൊല്യൂഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കില്ല. അതിൻ്റെ സൊല്യൂഷന് വേണ്ടി പുറത്തുള്ള ആൾ പ്രവർത്തിക്കണം എന്ന് ഉള്ള ചിന്തയിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതെ തുടരുകയും ചെയ്യും. ഈ പ്രോബ്ലത്തിന്റെ ഇരയായിട്ട് ഈ രണ്ടുപേരും മാറും എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. ഈ ഒരു ഐഡിയയാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ഈ ഓതർ പറയുന്ന 3 ബേസിക് പ്രിൻസിപ്പിളിൽ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ആദ്യം സോൾവ് ചെയ്യുക, എന്നിട്ട് അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുക, ഇൻസൈഡ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ റിയൽ ലൈഫിൽ പല സിറ്റുവേഷനിലും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും.